ഇതാണ് നമ്മുടെ ഓൺലൈൻ റോഡ്. ആ ബ്രിഡ്ജ് ഇങ്ങോട്ട് ഇറങ്ങി അപ്പുറം കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുബായ് റോഡിലേക്ക് കയറുന്നതായിരിക്കും. ആഞ്ഞി ചവിട്ട് നല്ല തടി പറയല്ലോ. എവിടെ 2 കിലോമീറ്ററൊക്കെ പോയി അറിയുന്നേ ഇല്ല. പിന്നെ ഇതിന്റെ സീറ്റ് ബുള്ളറ്റിന്റെ സീറ്റ് പോലെ സീറ്റിലിരിക്കാന് ആ ഒരു സുഖമില്ല. അതെ സത്യം, സ്പേസ് അങ്ങോട്ട് തികയുന്നില്ല. ഗിയർ മറന്നു ചെങ്ങല ടൈറ്റ് ആവുക. രാത്രി ആനായില്ലേ, ലൈറ്റ് ഉണക്കൂലേ. പക്ഷെ നമ്മളെ ജിമ്മൊന്നും പോകുന്നില്ല. എനിക്ക് അത്ര ഉറപ്പില്ല. നമ്മൾ കുറേ കാലമായി ജിമ്മിന് പോകുന്നു. ഇതൊക്കെ ചെറിയ 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 ഇതൊക്കെ ഉണങ്ങിപ്പോയിട്ടോ. കണ്ടോ, ഇതൊക്കെ ഉണങ്ങിപ്പോയി. ഇവിടെ കുഴിച്ചിട്ട് ചെടിയൊക്കെ ഈ മരങ്ങളൊക്കെ വലിയതായാൽ ഒരു സെറ്റപ്പ് ഇല്ലേ. അതാണോ നമ്മുടെ റോഡ്? ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഷാബിയിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡ്. ഇതല്ലേ റോഡ്? ആ കട്ടിങ് ഈ ബ്രിഡ്ജ് നമ്മളെ ദുബായ് റോഡ് കയറുന്നത്. ഏത്? ആറാംസെ സംഭവം കേൾക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അക്കോമഡേഷനിലെ ട്രാൻസ്പോർട്ടേഷനിൽ പോകുന്ന സമയത്ത് ഒരു ആഫ്രിക്കക്കാരത്തി പെണ്ണുങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഈ ആഫ്രിക്കക്കാരത്തി പെണ്ണുങ്ങൾ ഈ ഡ്രൈവർ വെച്ചാൽ ഒടുക്കത്തിൻ്റെ തിരക്കാണ്. അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാലാർത്തി ഇൻഡിക്കേറ്റർ വെട്ടിച്ച് കയറ്റാൻ നോക്കിയപ്പോൾ തൊട്ടില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നുള്ളത്. അന്നേരം ഇവിടെ തൊടന്നറിയിട്ടോ. ഇവിടെ ഓരോ സ്പീഡ് കൂട്ടുമ്പോൾ ബ്രേക്ക് അടിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ എല്ലാവരും ആർക്കും ഒന്നും തിരിയുന്നില്ല കേട്ടോ. അപ്പോൾ ജനുണ്ട് ഫിലിപ്പിനോ. അപ്പോൾ എന്നോട് ചോദിച്ചു അതെന്താ തൊട. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. തൊറ എന്നാ പറയുന്നത്. അപ്പോൾ തൊടാന്നുള്ള തൊറ എന്നാ പറയുന്നത്. ഓള് എവിടുന്നോ കേട്ട് പഠിച്ചത്, ആരോ പഠിപ്പിച്ചെടുത്തിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ചോദിച്ചു പക്ഷെ ഇവിടെ ആരും സൈക്കിളൊക്കെ ഇട്ടിട്ട് വയ്ക്കില്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ അവളോട് ചോദിച്ചു കാട്ടില്ല. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു ഈ തൊടന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അപ്പൊ പറഞ്ഞു സ്ലോലി. ഏതോ പൊട്ടന്മാരോളെ പറ്റിച്ചാ. സ്ലോലി എന്ന് പറയുന്നത് തീരെ എന്നൊക്കെയല്ലേ പറയാ. അല്ലെ ആറാംസെ എന്നൊക്കെ പറയുന്നതിന് പകരം തൊട. മരുഭൂമി അവിടെ ആരും ടെന്റൊക്കെ കെട്ടിക്കൂടുന്നുണ്ട് കേട്ടോ. ആരും ടെന്റൊക്കെ കെട്ടിക്കൂടുന്നുണ്ട്. നല്ല സുഖമുണ്ടല്ലേ സെറ്റപ്പ് ഇരിക്കാന്. നമ്മളെ പണ്ടത്തെ നാട്ടിലെ സൈക്കിളൊക്കെ ഇതിൻ്റെ സീറ്റൊക്കെ എന്താ എന്തായാലേ ഇവിടെ നല്ല രസമുള്ള ആകാശം കണ്ടോ. ഇപ്പുറത്തേക്ക് നല്ല ബ്ലൂ കളർ, ഇപ്പുറത്തേക്ക് നല്ല ഗോൾഡൻ കളർ. രസമല്ലേ കാണാൻ? എടേ ഈ കാണുന്ന വെള്ള ലൈറ്റ് മൊത്തം ഈ പോകുന്നതിന്റെ സാധനം അല്ലല്ലോ അല്ലേ? അല്ലല്ല, ഈ വെള്ള ലൈറ്റ് എന്തിൻ്റെ?
റോട്ടിലാ അത് റോട്ടിൽ ഇതിപ്പോ ഇത് മറ്റേ വാംലൈറ്റ് ആണ്. ഇപ്പൊ കുറച്ചുകൂടി പവർ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കാറ്റുണ്ടപ്പോഴാണ് നോക്കുമ്പോ തന്നെ വണ്ടി ഓടിക്കുന്നത് 60 സ്പീഡൊക്കെ പോകും. അതിന് ലൈസൻസ് ഉണ്ട്. പിന്നെ ലൈസൻസ് ഉണ്ട് ഓടിക്കാൻ. ലൈസൻസ് കണ്ടില്ലല്ലോ ഓടിക്കാൻ. ഈ കാലുകൊണ്ട് മേത്ത് ചവിട്ടല്ല. ഇത് സൈക്കിൾ ട്രാക്കിലൂടെ ആൾക്കാർ നടന്നൊക്കെ പോകുന്നുണ്ടല്ലോ. ഒരു ഹോൺ അടിച്ചോളൂ വണ്ടി. പഠിക്കണ്ട. ഓക്കെ, ആംലേറ്റ് ഒന്നും എത്തിയില്ലല്ലോ. ബാക്കി നമ്മൾ കത്തിയില്ലല്ലോ. ആ ബാക്കിൽ ഫുള്ള് കത്തി. കത്തി 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 വരുന്നുണ്ട്. ചാട്ടാനാണെങ്കിൽ പ്രശ്നമല്ല. ഇതേതാ ചെറിയ ചെറിയ പമ്പുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എന്താടാ പൊട്ടിലൊക്കെ ശുഷിക്കണം പൊള്ളിന് പോലല്ലോ. ഞാൻ ഇറങ്ങണം അങ്ങനത്തെ സ്ഥലത്ത് നോക്കാം. വേണ്ട ഇല്ലില്ല, ഇത് നിന്നോക്കെ എന്തിക്കോ സാധനത്തിൽ കത്തി പണിത്ത് നല്ല രസമുണ്ടല്ലേ. നല്ല രസമുണ്ട് കാണാൻ. ആരും പാർത്ത് ശരിക്കും ഈ കൊച്ചൂരി കുച്ചിട്ട് മരമൊക്കെ നെച്ചൂടി വലുതായാലുണ്ട്. ഇതിനപ്പുറത്തുള്ള ഈ ഉണ്ടോ നല്ല രസമുണ്ട്. ഇതിനപ്പുറമൊക്കെയുള്ള കാലി കിടന്നിട്ട് കാറ്റടിച്ചിട്ട് ഞാൻ പേക്കോട്ട് പോയിട്ട് പോയാൽ കഴിഞ്ഞ മക്കളെ സൈക്കിളിൻ്റെ മുന്നിൽ കുത്തിയിട്ട് വേറെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അവിടെ ഉണ്ടല്ലേ അവൻ കൊമ്പൊക്കെ ഈ കാറ്റടിക്കുന്ന അല്ല ശരിക്കും നല്ല സെറ്റപ്പല്ലേ. നമുക്ക് ഇവിടുന്ന് തിരിച്ച് പോകാം. വന്ന് ദൂരം കുറച്ച് അങ്ങനെ ഇതിവിടെ അവസാനിക്കുന്നത്. നമുക്ക് റിട്ടേൺ അടിക്കാം. അപ്പം ഈ റോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ തിരിച്ച് വീണ്ടും പോവുകയാണ്. അങ്ങനെ കാണാം.
ഇതിപ്പോൾ 0 ആയി. 51 അല്ലാതെ ഇത് കിലോമീറ്റർ 0. ഇത് ഇതിൻ്റെ വാൾട്ട. ഇനി ഇവിടെ സ്പീഡും കാണിക്കും, എത്ര സ്പീഡാണ് പോകേണ്ടത് എന്നുള്ളത്. ഇതിപ്പോ ഒന്നും ചെയ്യേണ്ടത് താനേ പോകുന്നുണ്ട്. അത് കെട്ടിന് പിന്നെ തലക്കുന്ന ചവിട്ടി കയറ്റണം. അങ്ങനെയുണ്ട്. 24 സ്പീഡാത് ഗീറ് എന്താ ഇതാക്കി വെച്ചിട്ടാണ്. 33 സ്പീഡായി. അത് ഫസ്റ്റ് ഗിയറിലാണ്. ഫസ്റ്റ് ഗിയർ 34, സെക്കൻഡ് ഗിയർ ഒന്നും കൂടെ പവർ കൂടി 39, 40, 41. പിന്നെ ഈ പെട്രോൾ അടിച്ച് ചാവി പോകുന്ന നേരത്തിന് ഇതെടുത്ത് പോയാൽ പോയി. 44, 45, 46, 57, 60 വരെ പോയി. എനിക്ക് ചാർജ് പെട്ടെന്ന് തീരും. തിരിച്ചോ കണ്ടു ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഇതിന്റെ ലൈറ്റ് നല്ല രസമാണ്. മറ്റേ സെറ്റ് ശരിക്കും ഇനി നമ്പർ പ്ലേറ്റ് ഒക്കെ തരണോ? 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ നാട്ടിൽ പോയിക്കണ്ടേ? പോലീസുകാരെ വിളിച്ചങ്ങുണ്ടോ? എന്തോ ഇനി ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ തോന്നുന്നത്. ശരിക്കും ഈ ലൈറ്റ് നടുവില വേണ്ടിയത്. ഒന്നും പോയി ഈ സീറ്റ് തിരെ നമുക്ക് തിരെ കൊള്ളൂലത്. ഹലോ इसमें एक बकाला है. തുറക്കപ്പെടുന്നല്ലേ? അയ്യോ ഇത് ഞാനൊരു പൊക്കും. എവിടെ പൊന്തിക്കിനി? അപ്പോൾ നമ്മൾ ബാക്ക് ടു ഹോം.